Welcome 6th standard. This is your continuation of the lesson in history, vital villages, thriving towns. That is part 2. Now in the last class I have told and all who lived in the villages. Tamil names I have told you, isn't it? Vellalar and all, and Grama Bojaga and all I have explained to you all in the last class. Now in this class I will explain about the earliest Tamil composition. Now Tamil composition, so they are telling some of the earliest Tamil composition known as Sangam literature. Now what is the Tamil Sangam literature? Now why it's called Sangam? Because Sangam, a group of poets have composed this literature. അതാണ് അതിനാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതിനേക്കാളും മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചില്ലേ, ഗ്രാമ ഭോജക, ദെൻ ഖഡായിസിയാർ, അടിമൈ, ഊഴവർ, ഇതൊക്കെ ഈ സംഘം ലിറ്ററേച്ചറിൻ്റെ അകത്തുനിന്നാണ് അവർ ഈ ടേംസൊക്കെ മെൻഷൻ ചെയ്ത് അവർക്ക് മനസ്സിലാക്കിയത്. So next we will come to this finding out about cities, stories, travelers, culture and archaeology. Now for example here they are telling about Jatakas, that is Jatakas. Now these Jatakas are books written by ordinary people. സാധാരണക്കാരെ എഴുതിയൊരു ബുക്കാണ്. പക്ഷെ ആ ബുക്ക് പ്രിസർവ് ചെയ്തത് ആരാണ് സൂചിച്ചത്? ബുദ്ധിസ്റ്റ് മങ്സ്. കണ്ടോ? അപ്പോൾ ആ ജാതകൻ്റെ അകത്ത് കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കുറച്ച് സ്റ്റോറി പറയുന്നത്. കണ്ടോ? ദ ക്ലെവർ പുവർ മാൻ, ഒരു സ്റ്റോറി പറയുന്നുണ്ട് ഇവിടെ. എങ്ങനെ ക്ലെവർ? ദ ക്ലെവർ ദറ്റ് പുവർ യങ് മാൻ ഹാഡ് ഓൺലി വൺ റാറ്റ്, ദറ്റ് റാറ്റ് ഡെഡ്, അത് ചത്തുപോയി. പിന്നെ അത് എന്താ ചെയ്യുക? അങ്ങനെ ആ റാറ്റിനെ കൊണ്ടേ ഒരു ഹോട്ടലിൽ കൊണ്ട് കൊടുത്ത് ഒരു പൂച്ചക്ക് വേണ്ടിയിട്ട്. കണ്ടോ? ആൻഡ് ഫ്രം ദർ ഹി ഗോട്ട് സം മണി. ആൻഡ് ദെൻ അഗെയിൻ one day there was a strong storm, and what happened? The king's garden all was littered with branches and leaves and all. അപ്പോൾ അത് വൃത്തിയാക്കാൻ അയാൾ പോയി ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആ വൃത്തിയാക്കിക്കോളൂ, വിൽ പേ. സോ വാട്ട് ഡിഡ് ഹി ഡു? ഹി കോൾഡ് ഓൾ ദ ചിൽഡ്രൻ ഹു ആർ പ്ലേയിങ് ദർ. ഓരോ സ്വീറ്റിന് വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ വിളിച്ചിട്ട് ആ കുട്ടികൾ ഓരോന്ന് പെറുക്കി അതൊക്കെ ആ ഗേറ്റിന് അവിടെ കൂട്ടി വെച്ചു. സോ വാട്ട് ഇഡ് അതൊക്കെ കൂട്ടി വെച്ചു, ദ ബ്രാഞ്ചസ് ആൻഡ് ദ ലീവ്സ്. കുട്ടികൾക്ക് സ്വീറ്റ്സ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ പെട്ടെന്നാണ് ഒരു പോട്ടർ കെയിം. ദ പോട്ടർക്കാണ് ഈ ബ്രാഞ്ചസ് ഒക്കെ വേണ്ടത്. അയാൾക്ക് ആ ഫേർണസ് കത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ പോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം പോട്ടർ വന്നപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടി, പോട്ട്സൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിറകൊക്കെ ആവശ്യമാണ്. അപ്പോൾ അയാൾക്ക് അത് വിറക് വിറ്റു. അപ്പോൾ അയാൾക്ക് അങ്ങനെ അവിടുന്ന് കുറച്ച് കാശ് കിട്ടി. പിന്നെ അയാൾ എന്താ ചെയ്തത്? അങ്ങനെ അയാൾ എന്ത് ചെയ്തു? പിന്നെ കുറച്ച് പുല്ല് വെട്ടുന്ന ആൾക്കാരുണ്ട്, ഒരു 500 ഗ്രാസ് കട്ടേഴ്സ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ 500 ഗ്രാസ് കട്ടേഴ്സിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ദേ വർ വെരി ഹാപ്പി. നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തന്നു, തിരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കാം, ആ സമയം വരുമ്പോൾ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹി മെറ്റ് ട്രേഡർ. അപ്പോൾ ആ ട്രേഡർ മീൻസ് ഒരു കച്ചവടക്കാരൻ. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, നാളെ ഒരു ഹോഴ്സ് ഡീലർ വരുന്നുണ്ട് വിത്ത് 500 ഹോഴ്സ് കച്ചവടത്തിനായിട്ട്, രാജാവിന് കൊടുക്കാൻ എന്തായിരിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്? വേഗം ഈ ഗ്രാസ് കട്ടർ എടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു 500 ബണ്ടിൽസ് ഗ്രാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൊടുത്തു. അപ്പോൾ ഈ കച്ചവടക്കാരൻ കുതിരേനായിട്ട് വന്നപ്പം ഈ 500 കുതിരക്കും ഈ പുല്ല് കൊടുത്തു. അപ്പോൾ അന്ന് ആ പുല്ല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ട്രേഡർക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ദ ട്രേഡർ ഗേവ് ഹിം 1000 കോയിൻസ്. കണ്ട, 1000 കോയിൻസ്. അന്നത്തെ കാലം 1000 കോയിൻസ് ആൻഡ് ഓൾ ഇസ് ടു മച്ച്. അപ്പം അങ്ങനെ ഡെഡ് റാറ്റിൽ നിന്ന് അയാൾക്ക് 1000 കോയിൻസ് കിട്ടി. അതാണ് ദ ക്ലെവർ പുവർ മാൻ ഹൗ ഹി ബിക്കെയിം റിച്ച്. അതാണ് ദ സ്റ്റോറി. ഇതൊക്കെ ജാതക JATAK അതിനകത്തുള്ള സ്റ്റോറീസാണ്. പിന്നെ അതൊക്കെ എവിഡൻസ് ആണ് ടു ഫൈൻഡ് അബൌട്ട് ദ ലൈഫ് ഇൻ ദ ഏർലി സിറ്റീസ്.
പിന്നെ അതുകൂടാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ച സ്കൾപ്റ്റേഴ്സ് കാർവ്ഡ് സീൻസ് കണ്ട ഈ കൊത്തുപണിക്കാരൊക്കെ നല്ല ഓരോ സീൻസൊക്കെ എന്ത് സീൻസാണ് അബൌട്ട് പീപ്പിൾ ഹൂ ലിവ്സ് ഇൻ ടൗൺസ് ആൻഡ് വില്ലേജസ് അവരെ പറ്റിയിട്ടൊക്കെ ഓരോ ജീവിത ചരിത്രത്തിനെ പറ്റി ഇങ്ങനെ പിക്ചറൊക്കെ വരച്ചു. അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് അവർ ജീവിച്ചതെന്ന്. മെനി ഓഫ് ദീസ് സ്കൾപ്റ്റേഴ്സ് വെർ യൂസ് ടു ഡെക്കറേറ്റ് റെയിലിങ്സ് പില്ലേഴ്സ് ആൻഡ് ഗേറ്റ് വേസ് ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഈ ആർക്കിയോളജിസ്റ്റിന്. പിന്നെ കൂടാതെ മെനി ഓഫ് ദ സിറ്റീസ് ദാറ്റ് ഡെവലപ്ഡ് 2500 years ബാക്ക് they were the capitals of മഹാജനപാദാസ്. ഈ മഹാജനപാദാസ് പറഞ്ഞാൽ ഈ ജനപാദാസ് പറഞ്ഞാൽ ജനങ്ങൾ പാദം വെച്ച സ്ഥലം ജനപാദാസ്. അപ്പോൾ മെനി ഗ്രേറ്റ് ജനപാദാസ് വേ നോൺ ആസ് മഹാജനപാദാസ്. അപ്പോൾ ഈ മഹാജനപാദാസിലൊക്കെ കുറേ ക്യാപിറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാപിറ്റൽസ് ആൻഡ് ഓൾ വേ ഹാഡ് ഫോർട്ടിഫൈഡ് വാൾസ്. അതൊക്കെയാണ് ഈ ആർക്കിയോളജി കണ്ടുപിടിച്ചത് 2500 years ബാക്ക് കണ്ടോ. പിന്നെന്തൊക്കെയാണ് ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയ റോസ് ഓഫ് പോട്ട്സ്, ceramic rings arranged one on top of the other. In this picture you can see ceramic rings arranged one after the other. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചത്? ഫോർ ടോയ്ലറ്റ്, ഡ്രെയിൻസ്, ഗാബേജ് ഡംപ്സ് ആയിട്ടൊക്കെ ഇവരിത് ഉപയോഗിച്ചത് കണ്ടോ. ഇതൊക്കെ ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. പിന്നെ റിമെയിൻസ് ഓഫ് പാലസസ് ആൻഡ് മാർക്കറ്റ്സ് ഓഫ് ഹോംസ് ഓർഡിനറി പീപ്പിൾ അതൊക്കെ അവരധികം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാലും ആർക്കിയോളജിസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഡീറ്റെയിൽ അക്കൗണ്ട്, അതായത് അക്കൗണ്ട് എവിടുന്നാണ് കണ്ടുപിടിച്ച വൺ അൺനോൺ ഗ്രീക്ക് സെയിലർ ഷിപ്പുമായിട്ട് വന്ന് എന്തോ കച്ചവടത്തിന് വന്നതായിരിക്കും. അയാൾ എല്ലാ പോർട്സ് ആൻഡ് ഹാർബേഴ്സ് അയാൾ വിസിറ്റ് ചെയ്ത ഹാർബർ ആൻഡ് പോർട്സിനെ പറ്റിയിട്ട് അയാൾ എന്താ എഴുതിയത്? മെയിൻലി ദ ബാറുച്ച് മീൻസ് ഇൻ ഇന്ത്യൻ്റെ മാപ്പിൻ്റെ ഹിയേഴ്സ് ഗുജറാത്ത്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇന്ത്യ. ഇപ്പം ഇവിടെയാണ് ആ ബാറുച്ച് പോർട്ട് ഉള്ളത്. ഈ ബാറുച്ച് പോർട്ടിനെ പറ്റിയിട്ടാണ് ആ ഗ്രീക്ക് സെയിലർ പറ്റി എഴുതിയത്. അതാണ് ഇവിടെ ദ ഗ്രീക്ക് നെയിം ഫോർ ബാറുച്ച് ഈ സ്ക്വയർ ദ സ്റ്റോറി ഓഫ് ബരിയഗാസ കണ്ട. അവിടെ സ്കിൽഫുൾ ലോക്കൽ ഫിഷർമാൻ വർ എംപ്ലോയിഡ് ബൈ ദ കിങ്. അവിടെ ഷിപ്സ് വന്നിട്ടുണ്ടായിരുന്നു കണ്ട. അപ്പോൾ എന്താണ് അവിടെ ഇമ്പോർട്ട് ചെയ്തത്, എന്താണ് എക്സ്പോർട്ട് ചെയ്തത്, ഓൾ ദ ഡീറ്റെയിൽ ഹാസ് ബീൻ ഗിവൺ ഇൻ ദിസ് ബോക്സ്. നെക്സ്റ്റ് വിൽ കം ടു കോയിൻസ്. വാട്ട് ടൈപ്പ് ഓഫ് കോയിൻസ് ദേ യൂസ്ഡ് 2500 years ബാക്ക്. അതാണ് പഞ്ച്ഡ് മാർക്ഡ് കോയിൻസ് എന്ന് പറയുന്നത്. അതായത് കോയിൻസിന് മേലെ അവർ ഇൻസ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നെങ്കിൽ പഞ്ച് മാർക്ക് അല്ലെങ്കിൽ കളർ കണ്ടോ. ഹിയർ ദേ വർ സ്റ്റാമ്പ്ഡ് വിത്ത് സിമ്പിൾസ്. ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് 2 coins ഹിയർ. സിമ്പിൾസ് ഒക്കെയാണ് സ്റ്റാമ്പ് ചെയ്ത് വെച്ചത്. ദാറ്റ്സ് വൈ ദേ ഹവ് കോൾഡ് പഞ്ച്ഡ് മാർക്ഡ് കോയിൻസ്. ഇങ്ങനത്തെ കോയിൻസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത് കണ്ടോ. They noticed coins measured terms of അത് നിങ്ങൾക്ക് ആ സ്റ്റോറിൻ്റെ അകത്ത് മനസ്സിലായില്ലേ? ആ ഗ്രാസ് കട്ടിങ്ങിന് 1000 coins that man received, that young man. അതാണ് ഇങ്ങനത്തെ കോയിൻസ് ആയിരുന്നു പഞ്ച്ഡ് മാർക്ക് കോയിൻസ്. So here other means of exchange they have written in one box. Then cities with many functions കണ്ടോ, cities with many functions. Now here main city they are telling about Madura the main city. അതാണ് ഇമ്പോർട്ടൻറ്റ് സെറ്റിൽമെൻറ്റ് ഫോർ മോർ ദൻ 2500 years. മധുര എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിരുന്നു. ബൈ ഇറ്റ് ബിക്കെയിം വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഫ്രം ദ നോർത്ത് വെസ്റ്റ് ടു ദ ഈസ്റ്റ് ആൻഡ് ഫ്രം ദ നോർത്ത് ടു സൗത്ത്, ഏകദേശം അതിൻ്റെ ആ 2 റൂട്ടിൻ്റെ നടുവിലായിരുന്നു മധുര സിറ്റി. അത് എന്ത് 2 റൂട്ട്? ഫോർ ട്രേഡ് ആൻഡ് ട്രാവലിൻ്റെ ആ റൂട്ടിൻ്റെ നടുഭാഗത്തായിരുന്നു അതാണ് അത് ഇമ്പോർട്ടൻറ്റ് സിറ്റി അന്നത്തെ കാലം 2500 years. അപ്പോൾ ആ സിറ്റി എന്ന് പറഞ്ഞാൽ 40 fortifications around the city they found. പിന്നെ several shrines, പിന്നെ farmers and herders from adjoining areas also provided food for people in the city. ഇതൊക്കെയാണ് മധുരനെ പറ്റി പറഞ്ഞത്. മധുര വാസ് ഓൾസോ എ സെൻറ്റർ ഫോർ എക്സ്ട്രീംലി ഫൈൻ സ്കൾപ്ചർ, കൊത്തുപണിക്കൊക്കെ. So around 2000 years ago Madurai became the second capital of the Kushanas. കുഷാനാസിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു മധുരൈ കണ്ടോ. അത് മാത്രമല്ല, അത് ഇങ്ങനത്തെ സിറ്റി അല്ല, ഇറ്റ് വാസ് എ റിലീജിയസ് സെൻറ്റർ ഓൾസോ. റിലീജിയസ് സെൻറ്റർ മീൻസ് ദ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് വേർ ദർ, ജൈന shrines, പിന്നെ ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ ദ വേർഷിപ്പ് ഓഫ്
Krishna also. That's why it's called, that Madurai was called an religious center also. Pinna stone and slab statues and all were found in Madurai. പിന്നെ ആ സ്റ്റോൺസും സ്ലാബിൻ്റെ അകത്തൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എന്താ അവർ ഇൻസ്ക്രൈബ് ചെയ്തത്? ഈ ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവന്ന്, ആരൊക്കെ ഗിഫ്റ്റ്സ് കൊണ്ടുവന്ന്, എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? ടു ദ ടെമ്പിൾ. കണ്ടോ, മൊണാസ്ട്രീസ്, ഷ്രിൻസിലൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? കിങ്സ്, ക്വീൻസ്, ഓഫീസേഴ്സ്, മെർച്ചൻസ്, ക്രാഫ്റ്റ്സ് പേഴ്സൺസ് who lived in the city. അന്നത്തെ കാലമൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക ചെയ്യുക ഈ മൊണാസ്ട്രീസിലും ഷ്രിൻസിലും അവിടെയൊക്കെ. അങ്ങനെയാണ് അവരങ്ങനെ ജീവിക്കുന്നത്. അതൊക്കെയാണ് ഈ ഇൻസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചത്. കണ്ടോ, പിന്നെ ആ ഇൻസ്ക്രിപ്ഷനിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ടപ്പം അന്നത്തെ കാലം ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, വീവേഴ്സ്, ബാസ്ക്കറ്റ് മേക്കേഴ്സ്, ഗാർലൻ മേക്കേഴ്സ്, പെർഫ്യൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ലിസ്റ്റ് വൺ ഓക്യുപ്പേഷൻ ദാറ്റ് വാസ് നോട്ട് പ്രാക്ടീസ്ഡ് ഇൻ ദ ഹറപ്പൻ സിറ്റീസ്. ഹറപ്പൻ സിറ്റീസിൽ എന്താണ് ഓക്യുപ്പേഷൻ? ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്. അന്നത്തെ കാലം മെറ്റൽ കണ്ടിട്ടില്ല, അയണൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഉണ്ടാവുക? അന്നത്തെ ഹറപ്പൻ സിറ്റീസിൽ. അതാണ് വ്യത്യാസമുള്ളത്. Now next here, crafts and crafts persons. You know, crafts means all the things made with the hand. Handicrafts, crafts persons. Archaeological evidence for crafts. എന്താണ്? The fine pottery known as the NBPW, that is Northern Black Pottery. Pottery, Northern Black ware. Northern Black പോട്രി വെയർ എന്ന് പറഞ്ഞാൽ ചട്ടി, കലം, അതൊക്കെയാണ്. അതായത് നോർത്തേൺ നമ്മളെ സബ് കോണ്ടിനെൻ്റ് നോർത്തേൺ ടെറിട്ടറിയിലാണ് ഇതൊക്കെ ഉള്ളത്. അത് വൈ ഇറ്റ് ഇസ് കോൾഡ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ്. ഇന്നത്തെ കാലം നമുക്ക് ചട്ടിക്കലമൊക്കെ നല്ല ഒരു ബ്രൗൺ അങ്ങനത്തെ കളറൊക്കെ കിട്ടും. പക്ഷെ അത് അന്നത്തെ കാലം ഹിയർ ഇൻ ദ ബോക്സ് ദേ ഹാവ് റിട്ടൺ ദേ എക്സ്പോസ് ദ എർത്തൻ വെയർ ടു വെരി ഹൈ ടെമ്പറേച്ചർ എക്സ്പോസ് ചെയ്തിട്ട് അത് ബ്ലാക്ക് വരുന്നവരെ അത് എക്സ്പോസ് ചെയ്യും. എന്നിട്ട് ബ്ലാക്ക് വന്നാൽ നല്ല ഫൈൻ ബ്ലാക്ക് സ്ലിപ്പ് പുറത്തിൻ്റെ അത് ഷൈൻ ചെയ്യും. അതാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന് പറയുന്നത്. അതായിരുന്നു അന്നത്തെ കാലം യൂസ് ചെയ്തത്. അതൊക്കെ അവിടെ കണ്ടതാണ്. പിന്നെ അതുകൂടാതെ നോട്ട് ഓൺലി ദ വേസ്, ദ ക്ലോത്ത്, മാനുഫാക്ചർ ഓഫ് ക്ലോത്ത് ഓൾസോ വാസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻ വാരണാസി, മധുരയിലൊക്കെ ക്ലോത്ത് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെൻ ആൻഡ് വിമൻ വർക്ക്ഡ് ഇൻ ദീസ് സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ മെനി ക്രാഫ്റ്റ്സ് പേഴ്സൺ ആൻഡ് മെർച്ചൻറ്റ് ദേ ഫോംഡ് അസോസിയേഷൻ കോൾഡ് ഷ്രിന്നിസ്. കണ്ടോ, ഷ്രിന്നിസ് ഒരു അസോസിയേഷനാണ് ഫോംഡ് ബൈ ദ ക്രാഫ്റ്റ്സ് പേഴ്സൺസ് അസോസിയേഷൻ. കണ്ടോ, അപ്പോൾ ഷ്രിന്നിസ് എന്ന് പറയുന്നത് അവർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് ട്രെയിനിങ്. അതായത് റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഫിനിഷ് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്തോ. കണ്ടോ, ദ ഷ്രിനീസ് ഓഫ് മെർച്ചൻ്റ് ഓർഗനൈസ് ദ ട്രേഡ്. കണ്ടോ, അവർ തന്നെയാണ്, ആ ഷ്രിനീസ് ദ മെർച്ചൻ്റ് തന്നെയാണ് ഈ കച്ചവടമൊക്കെ നടത്തിയത്. കണ്ടോ, ദേ ഓൾസോ സെർവ്ഡ് ആസ് ബാങ്ക്സ് വെർ റിച്ച് മെൻ ആൻഡ് വിമൻ ഡെപ്പോസിറ്റഡ് മണി. പിന്നെ അതൊക്കെയാണ്. പിന്നെ അവർ പറയുന്നത് ഈ ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെ കുറേയൊക്കെ അവർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് മൊണാസ്ട്രീസിലൊക്കെയാണ് അവർ കൊടുത്തത്. അവരെ മൊണാസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കാശ് ഇൻട്രസ്റ്റൊക്കെ ഇവർക്കും കൊടുത്തിട്ടുണ്ട്, മൊണാസ്ട്രീസിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ റൂൾസ് ഫോർ സ്പിന്നിങ് ആൻഡ് വീവിങ്. ആ റൂൾസ് എന്താ അവർ പറയുന്നത്? ആരൊക്കെയാണ് അന്നത്തെ കാലം സ്പിന്നിങ്ങും വീവിങ്ങിൽ ഏർപ്പെട്ടത്? വിഡോസ്, യങ് വിമൻ, differently abled nuns, mothers of courtesans, retired women, servants of the king, women who have retired from service in temples. ഇവരൊക്കെയാണ് ഇങ്ങനത്തെ കൈത്തൊഴിലിൽ ഏർപ്പെട്ടത്. കണ്ടോ, എന്തൊക്കെയാണ്? പ്രോസസ്സിങ് വുൾ, ബാക്ക്, കോട്ടൺ, ഹെംപ് ആൻഡ് ഫ്ലാക്സ്. കണ്ടോ, അപ്പോൾ അതൊക്കെയായിരുന്നു അവിടെ റോ മെറ്റീരിയൽ. പിന്നെ ചില വിമൻ വേ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട്. അപ്പോൾ അവർ മെയ്ഡ് സെർവൻസിനെയാണ് പറഞ്ഞു വിടുക റോ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ. എന്നിട്ട് അവർ ഫിനിഷ് പ്രോഡക്ട്സിനെ കൊടുത്തു വിടും അവർ. പിന്നെ അവർ പറയുന്ന ഈ നടുക്കൂടെ ഇവർ സംസാരിച്ചാലൊക്കെ ഇവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാവും. കണ്ടോ, ദേ ഷുഡ് ബി ഇനഫ് ലൈറ്റ് എക്സ് ഇൻ കേസ് ദ സൂപ്രണ്ടന്റ് ലുക്സ് അറ്റ് ദ വുമൺ ഓർ ടോക്സ് അബൌട്ട് എനിത്തിങ് അതർ ദൻ ദ വർക്ക്, he or she should be punished. കണ്ടോ, if a woman
if a woman does not complete her work, she will have to pay a fine and her thumbs can be cut off. കണ്ട ഈ വിരൽ അവർ കൊത്തിക്കളയും. അങ്ങനെയൊക്കെ പണിഷ്മെൻറ്റ് അന്നത്തെ കാലം കൊടുത്തതാണ് റൂൾസ് ഫോർ സ്പിന്നിങ് ആൻഡ് വീവിങ്. നെക്സ്റ്റ് എ ക്ലോസർ ലുക്ക്, അരിക്കമേഡു. അരിക്കമേഡു മീൻസ് ഇറ്റ്സ് ഇൻ പുതുച്ചേരി, പോണ്ടിച്ചേരി, ദാറ്റ് ഇസ് ഇൻ ചെന്നൈ, ഈസ്റ്റേൺ കോസ്റ്റാണ് അത് ഉള്ളത്. അപ്പോൾ അർക്കമേഡിൽ എന്താണ് അവർ കണ്ടത്? ക്ലോസർ ലുക്ക്, ദാറ്റ് ഇസ് ബിറ്റ്വീൻ 2200 and 1900 years ago. ഇറ്റ്സ് എ കോസ്റ്റൽ സെറ്റിൽമെൻറ്റ് ഫോർ ഷിപ്സ്. കണ്ട അതൊരു പോർട്ടായിരുന്നു, അവിടെ ഷിപ്സൊക്കെ വന്നിരുന്നു, അത് ടു ലോഡ് ആൻഡ് അൺലോഡ് ഗുഡ്സ്. കണ്ട കൂടാതെ അവിടെ ഒരു ബ്രിക്ക് സ്ട്രക്ചർ, ഒരു ഇഷ്ടികൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ അവർ കണ്ട്. അത് അവർ പറയുന്നത് വേ ഹൗസ് ആയിരുന്നു. വേ ഹൗസ് മീൻസ് വാട്ട്? സ്റ്റോർ ഗുഡ്സ്. കണ്ട കൊണ്ടുവരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഗുഡ്സൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വേ ഹൗസ്. അത് അവർ കണ്ടിരുന്നു. ആ ഒരു ബ്രിക്ക് സ്ട്രക്ചർ അതാണെന്നാണ് പറയുന്നത് ആർക്കിയോളജിസ്റ്റ്. പിന്നെ അതുകൂടാതെ അവിടെ എന്തൊക്കെയാണ് എക്സ്പോർട്ടൊക്കെ ചെയ്തത്? റെഡ് ഗ്ലേസ് പോട്രി, ആർട്ടൈൻ വെയർ. അതാണ് റെഡ് ഗ്ലേസ് പോട്രി, ആർട്ടൈൻ വെയർ. ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ സിറ്റി ഇൻ ഇറ്റലി. കണ്ട പിന്നെ റോമൻ ലാംപ്സ്, ഗ്ലാസ് വെയർ ആൻഡ് ജെംസ്, അതൊക്കെ ആയിരുന്നു അവിടെ ചെയ്തത്. അതുകൂടാതെ ഇവിടെ വൺ പിക്ചർ യു ക്യാൻ സീ ദ സിറ്റി ഓഫ് റോം. കണ്ട അന്നത്തെ കാലം അഗസ്റ്റസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപറർ, പറഞ്ഞത് എന്താണ്? റോം, ഹി ഫൗണ്ട് റോം 2000 years back as a city of brick and he is the one who made into a city of marble എന്ന് പറയുന്നത്. കണ്ട അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആംഫി തിയേറ്റേഴ്സ് അതൊക്കെ കാണുന്നത്. അത് അതൊക്കെ നല്ല ഉറപ്പുള്ള ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും അതവിടെയൊക്കെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. സോ ചിൽഡ്രൻ, വി ഫിനിഷ് വിത്ത് ദിസ് ലെസൺ. യു ഓൾ റീഡ് ദ ലെസൺ വെരി വെൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ചിൽഡ്രൻ.